എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ഇന്നുമുണ്ട്, തീർന്നിട്ടില്ല. ഇന്ന് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരികയാണ്. കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റൂമിൽ വിളിച്ചു, ഹോട്ടലിൽ വിളിച്ചു, സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു. ഇങ്ങനെ വളരെ വലിയ വാർത്തകളാണ്. അശ്ലീല വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അശ്ലീല വീഡിയോ അയച്ചു കൊടുക്കുന്നു, അശ്ലീല മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. ഒരു ലൈംഗിക രോഗിയെപ്പോലെ, ഒരു കാമ ആസക്തി പിടിച്ചൊരാളിനെ പോലെയുള്ള പ്രവർത്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടെന്നുള്ള വാർത്തകൾ വരുന്നു. എൻ്റെ ശരി തെറ്റ് കാണും, ഫേക്ക് ന്യൂസുകൾ കാണും, ക്രിയേറ്റഡ് ന്യൂസുകൾ കാണും, ഫാബ്രിക്കേറ്റഡ് ന്യൂസുകൾ എല്ലാം കാണും. അതൊക്കെ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എല്ലാം കാണും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല, അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പ്രധാന വിഷയം നമ്മുടെ രാഹുൽ ഈശ്വർ, അതും ഒരു രാഹുലാണ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഈശ്വർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പൊക്കെ പൊക്കി പിടിച്ച് റിപ്പോർട്ടർ ചാനലിനെയൊക്കെ വിമർശിച്ചുകൊണ്ടൊരു വോയിസ് ഇട്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഫോണിൽ കൂടി ഗർഭമുണ്ടാകുമോ? വളരെ കാർഡിനലായിട്ട് തുടങ്ങുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എല്ലാ നേതാക്കളും കേട്ടിരിക്കണം, എല്ലാ നേതാക്കളും ഉള്ളിൽ ചോദിക്കണം, എല്ലാ പൊതുപ്രവർത്തകരും ഉള്ളിൽ ചോദിക്കണം, എല്ലാ സ്ത്രീകളും ഉള്ളിൽ ചോദിക്കണം, എല്ലാ പുരുഷന്മാരും ഉള്ളിൽ ചോദിക്കണം, എല്ലാവരും ഉള്ളിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഫോണിലൂടെ ഗർഭമുണ്ടാകുമോ? എല്ലാ അവിഹിത ഗർഭത്തിൻ്റെയും തുടക്കം ഫോണിലൂടെയാണ്. കല്യാണം കഴിച്ച് നടക്കുന്ന ഗർഭം എന്നൊക്കെ പറയുന്നത് ഫോണിലൂടെയല്ല. അവർ വിവാഹം കഴിച്ചാൽ അവർ ശാരീരിക ബന്ധപ്പെടും, ഗർഭിണിയാവും, അമ്മയാവും, അത് വേറെ കഥ. ഒഫീഷ്യൽ, അൺഒഫീഷ്യൽ, എല്ലാ അൺഒഫീഷ്യൽ ഗർഭങ്ങളുടെയും തുടക്കം ഫോണിൽ കൂടെ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ലിഫ്റ്റിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു, ഒരു പുരുഷൻ കണ്ടു, ഹായ് പറഞ്ഞു, അങ്ങോട്ട് ഹായ് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ സംസാരമായി, കോഫി കുടിക്കാൻ വിളിക്കുന്നു, കോഫി കുടിക്കുന്നു. അവർ ചിലപ്പോൾ അന്നൊരു ഹോട്ടലിൽ താമസിക്കുന്നു, അവർ ലൈംഗികമായിട്ടൊക്കെ ബന്ധപ്പെടും, അവർ അവരെ വഴിക്ക് പോകും. പിറ്റേ ദിവസം ഫോൺ പോലും അവർ വിളിക്കത്തില്ല, അവർ കണ്ടാൽ പോലും അറിയത്തില്ല. പല രാജ്യങ്ങളിലും ഒരു അമ്മയുടെ പല മക്കളും പല അച്ഛന്മാരുടേതാണെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. ഞാൻ ആ രാജ്യത്തെയൊക്കെ മോശപ്പെടുത്താനായതുകൊണ്ട് മോശപ്പെടുന്നുള്ള പേരൊന്നും പറയുന്നില്ല. അങ്ങനെ വരെയുണ്ട്. അമ്മയും ചോദിക്കില്ല, മക്കളും ചോദിക്കില്ല, അച്ഛന്മാരും ചോദിക്കത്തില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ കൾച്ചറിന് പറ്റിയതല്ല. ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ട ഉടൻ, അല്ലെങ്കിൽ തുടക്കം കണ്ടാൽ ഉടൻ, അപ്പോഴാരും ബന്ധപ്പെടാറുമില്ല, ഉടനെ പോയി ഗർഭം ഉണ്ടാകാറുമില്ല. എങ്ങനെയാണ് ഇവിടെ ഗർഭം ഉണ്ടാകുന്നത്? രാഹുൽ ഈശ്വറിനെ അറിഞ്ഞുകൂടെങ്കിൽ ഞാനിത് പറഞ്ഞുതരാം, എൻ്റെ വഴി പറഞ്ഞുതരാം. രാഹുൽ ഈശ്വരന്മാർ ഇത് കേൾക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽമാരും ഇത് കേൾക്കണം. അതായത് ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു, ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു. അത് പിന്നെ സെമിനാറാവാം, വർക്ക്ഷോപ്പാവാം, എന്തെങ്കിലുമൊക്കെ പരിപാടികളാകാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ എങ്ങനെയാലും പരിചയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പിന്നെ ഫോണിലൂടെ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമില്ല. അല്ല, നേരിട്ട് പരിചയപ്പെട്ടാലും പിന്നെ അവരുമായിട്ടുള്ള ആദ്യത്തെ ദിവസമൊന്നും ഗർഭമുണ്ടാകാറില്ല. അങ്ങനെ കണ്ട ഉടൻ വരൂ, നമുക്ക് ശാരീരികമായി ബന്ധപ്പെടാം എന്ന് പറയുന്ന കാമദാഹം കൊണ്ട് നടക്കുന്നവരല്ല സ്ത്രീകളും, അങ്ങനെ നടക്കുന്നവരല്ല പുരുഷന്മാരും. ആദ്യമായി അവർ കൈമാറുന്നത് അവരുടെ ഫോൺ നമ്പരും വാട്സപ്പ് നമ്പറുമാണ്. കൈമാറിയതിന് ശേഷം വാട്സപ്പിലും ഫോണിലും അസമയങ്ങളിൽ, കറക്റ്റ് സമയങ്ങളിലായിരിക്കില്ല, അസമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഓഡ് ടൈമിലൊക്കെ മെസ്സേജുകൾ അയക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജ് അയക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസിക പൊരുത്തം ഉണ്ടാക്കിയെടുക്കും പലപ്പോഴും. അതിനുശേഷമായിരിക്കും പിന്നെയും കൊണ്ട് പ്രശ്നം. സൗകര്യമുള്ള സ്ഥലം വേണം, സൗകര്യമുള്ള ഡേറ്റുകൾ വേണം, കയ്യിൽ പൈസ വേണം രണ്ടു കൂട്ടർക്കും, ഇല്ലെങ്കിൽ പൈസ അയച്ചു കൊടുക്കണം. ഇത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ശാരീരിക ബന്ധമൊക്കെ വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സാക്ഷി ഫോണാണ് കയ്യിലിരിക്കുന്നത്. സ്മാർട്ട് ഫോണാണെങ്കിൽ അതാണ് സാക്ഷി. രണ്ടാമത്തെ സാക്ഷി വാട്സപ്പാണ്, ഫേസ്ബുക്കാണ്, ട്വിറ്ററാണ്, ഇൻസ്റ്റഗ്രാമാണ്. ഇവരാണ് സാക്ഷികൾ. അവിടെയാണ് ആദ്യത്തെ ഗർഭം നടക്കുന്നത്. അതിനുശേഷമാണ് ഫിസിക്കലി നടക്കുന്നത്. മെൻ്റലി നടക്കുന്നത് ഫോണിൽ കൂടെ തന്നെയാണ്. അതിൽ നടന്നതിന് ശേഷമാണ്, സംസാരമൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ ഫിസിക്കലി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഫോണിന് വലിയ റോളുണ്ട്. അതുകൊണ്ട് ഫോണിൽ കൂടെ ഗർഭം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഫോണിൽ കൂടെയാണ് എല്ലാ അവിഹിത ഗർഭങ്ങളുടെയും ആരംഭവും പുരോഗതിയും. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങോട്ടും സുഖിച്ചില്ലേ എന്നൊരു ചോദ്യം രാഹുൽ ഈശ്വറിനുണ്ട്. അതിലൊരു പ്രശ്നമുണ്ട് രാഹുൽ ഈശ്വറെ. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി സ്നേഹിച്ച് വിവാഹം കഴിച്ച് കാമുകിയാക്കി വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ വിവാഹത്തിന് മുമ്പേ ലൈംഗികമായി ബന്ധപ്പെടുന്ന കേസുകളുണ്ട്. അത് കഴിഞ്ഞ് വിവാഹം കഴിക്കും. അല്ലാത്തതൊക്കെ ഒരു തട്ടിപ്പിലേക്ക് പോകുന്ന രീതികളുണ്ട്. എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് മോഹിപ്പിക്കുക, സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുക, അധികാരസ്ഥാനം, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്നതാണ്. അധികാരസ്ഥാനത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ് ജൂനിയേഴ്സിനെ മോഹിപ്പിക്കുക, സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ചാൻസ് കൊടുക്കാമെന്ന് മോഹിപ്പിക്കുക. ഇങ്ങനെയൊക്കെ മോഹിപ്പിച്ചതിന് ശേഷം പറ്റിക്കും, വഞ്ചിക്കും. അപ്പോഴാണ് ഇത് കേസും വഴക്കുമൊക്കെ ആകുന്നത്.
അല്ലെങ്കിൽ ഇത് സ്മൂത്തായിട്ട് അങ്ങ് പോകും. എന്തെങ്കിലുമൊക്കെ സഹായം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് സ്മൂത്തായിട്ട് പോകും. ഇപ്പോൾ പ്രൊമോഷന് വേണ്ടി പോകുന്നവരുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇതൊരു അശ്ലീല രംഗമാണ്, അതുകൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല. അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ പോകുന്നവർക്കും പരസ്പരം ബന്ധപ്പെടുന്നവർക്കും പരസ്പരം ഗുണമുണ്ടാവുകയാണെങ്കിൽ, അത് സാമ്പത്തികമാവട്ടെ മറ്റേതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവുകയാണെങ്കിൽ ഇത് കേസ് വഴക്കൊന്നും ആവില്ല. പിന്നെ മൈൻഡ് അത് അടുത്ത ആളിലേക്ക് തേടി പോകുമ്പോഴാണ് പഴയ ആളിന് ബുദ്ധിമുട്ടും. വഞ്ചനയായിരുന്നോ, ചതിയായിരുന്നോ, ഇയാൾ പലരോടൊപ്പം പോകുന്നുണ്ടോ, എന്താണ് സ്ഥിതി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇത് പറയും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഞാനീ പറഞ്ഞൊരു മനഃശാസ്ത്രത്തിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വരെ എല്ലാ ഗർഭവും അവിഹിത ഗർഭവും ആരംഭിക്കുന്നത്, വികസിക്കുന്നതും പൂവിടുന്നതും ഫോണിൽ കൂടെ തന്നെയാണ്.